വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം IT എന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു 3-4 പേര് ചോദിച്ചത് കൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നു, ഇനിയുള്ള കാലഘട്ടത്തിൽ +2 ഒരു പക്ഷേ പ്രധാനമായിരിക്കാം. അതുകൊണ്ട് +2 ഒഴിവാക്കരുത്. നിങ്ങൾ IT പോയി കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു 6 മാസത്തെ കൊണ്ടൊക്കെ +2 കിട്ടുന്ന കാര്യങ്ങളുണ്ട്, അതിലേക്കൊക്കെ പോകാവുന്നതാണ്. ഓക്കെ, സോ ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ തന്നെ ക്വാളിഫിക്കേഷനിൽ പോളിടെക്നിക് ഡിപ്ലോമ എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്, ITI എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. 10ാം ക്ലാസ്സിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഒന്നുകൂടെ പറയാം. സോ 10ാം ക്ലാസ് കഴിഞ്ഞ് ITIക്ക് പോകാം, പോളിടെക്നിക്കിന് പോകാം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് പോകാം, ഹയർ സെക്കൻഡറി +2 അതിന് പോകാം. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞിട്ട് പോളിടെക്നിക് ആണ്. ഓക്കെ, പോളിടെക്നിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ IT കഴിഞ്ഞ ഒരാൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോബ് അന്വേഷിക്കുന്നതിനേക്കാളും കൂടുതൽ സാധ്യതകൾ ഒരു പോളിടെക്നിക്കുകാരനുണ്ട്. സാലറിയും അതുപോലെയുണ്ട്, പ്രൊമോഷനുള്ള സാധ്യതയും അതുപോലെ ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലും ട്രേഡുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ IT എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിലും ട്രേഡുകൾ തന്നെയാണ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. +2 അതായത് ഹയർ സെക്കൻഡറി നോർമൽ +1 +2 അതുണ്ട്. സോ അതിൽ പോകാൻ താല്പര്യമില്ലാത്തവരായിരിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. സോ അതുകൊണ്ട് ഒഴിവാക്കാം. പിന്നെയുള്ള 3 ഓപ്ഷനിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് പോളിടെക്നിക് ആണ്, പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നിങ്ങളുടെ ഇഷ്ടമാണ്, IT. ഓക്കെ, രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം. IT ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാളോട് ഞാൻ പറയുന്ന ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. വേക്കൻസി ഉള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. IT ഒരുപാട് ട്രേഡ് ഉണ്ട്, ഇഷ്ടം പോലെ ട്രേഡ് ഉണ്ട്. ഒരു മെക്കാനിക്കിനെ തന്നെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. സോ വേക്കൻസി ഇല്ലെങ്കിൽ പോകരുത്, ഒരിക്കലും പോകരുത്. നിങ്ങൾ വേക്കൻസി എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ മതി, ഓരോ ട്രേഡുകൾക്കുള്ള വേക്കൻസി അറിയാൻ പറ്റും. അതായത് ആ ട്രേഡിൻ്റെ വേക്കൻസികൾ ഹിന്ദിയിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ വേക്കൻസി നോക്കിയിട്ട് ഗവൺമെൻറ് സെക്ടറിൽ നോക്കണം, പ്രൈവറ്റ് സെക്ടറിൽ നോക്കണം. കാരണം ഒരുപാട് റീലൊക്കെ കാണും, ഇപ്പം ഗവൺമെൻറ് ജോബിനെ കളിയാക്കുന്ന രീതിയിലൊക്കെ ഉള്ളത്. സോ നമ്മൾ IT എടുക്കുന്ന ഒരാൾക്ക് ബെറ്റർ ഓപ്ഷനാണ് ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത്. കാരണം പ്രൈവറ്റ് ജോബിൽ സാലറി ഭയങ്കര കമ്മിയാണ്. കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ പ്രമോഷനും ഭയങ്കര പാടാണ്. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് അറിയില്ല. പക്ഷേ IT എടുത്തു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ജോലി ഇല്ലാതെ ഒന്നും ഇരിക്കില്ല. അതുപോലെ തന്നെയാണ് പോളിടെക്നിക് ഡിപ്ലോമ എടുത്താലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സോ നിങ്ങൾ IT എടുക്കുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, IT എടുക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഡിപ്ലോമയ്ക്ക് ട്രൈ ചെയ്യണം. സോ അതിനുശേഷം IT വരുമ്പോൾ ബെറ്റർ ട്രേഡ് ആണോ നോക്കണം. ഓക്കെ, എന്നിട്ടേ അത് എടുക്കാൻ പാടുള്ളൂ. ഇനി എടുത്താൽ അതിൻ്റെ ടെക്സ്റ്റ് നിർബന്ധമായിട്ട് മേടിക്കണം, അത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, കാരണം അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന എന്ത് എക്സാം ആണോ അത് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ, കാരണം 1-2 വർഷവും നമ്മൾ അത് IT പഠിക്കും. ആ സമയത്ത് ഒരുപാട് പേരൊന്നും പഠിക്കാൻ തയ്യാറാവില്ല. നിങ്ങൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞ ഏജിൽ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് പോളിടെക്നിക്കിൻ്റെ 2ാം വർഷത്തിൽ കയറാം. സോ ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഈ പറയുന്ന എക്സാമുകളൊക്കെ എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ജോബ് നോക്കാം. നിങ്ങൾ പ്രൈവറ്റ് ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമുകൾ ട്രൈ ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ പഠിക്കുന്നില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ ITI ജോയിൻ ചെയ്തു, എന്നിട്ട് പഠിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ITI പാസ്സാകാൻ വേണ്ടിയിട്ട് മാത്രം പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങൾ ഡിപ്ലോമയ്ക്ക് പോയാലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ജോബിന് പോയാലോ നിങ്ങൾക്ക് എക്സാമുകളൊന്നും കൃത്യമായിട്ട് നോക്കാനായിട്ട് പറ്റില്ല. കാരണം അതിനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കില്ല. അത്രയും നല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിലേ ഇതൊക്കെ കിട്ടുള്ളൂ. സോ അതിന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ തന്നെ പഠിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ IT കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ജോലിക്കോ ഡിപ്ലോമയ്ക്കോ ഒക്കെ പോകാം. വെറുതെ വീണ്ടും പഠിച്ചിരിക്കേണ്ട. നിങ്ങൾ വീണ്ടും ട്രേഡ് ബേസ് ചെയ്ത് പഠിച്ച് സമയം കളയണ്ട. നിങ്ങൾ കുറഞ്ഞ ഏജിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ നിങ്ങൾ 10ാം ക്ലാസ്സിന് ശേഷം നേരിട്ട് +1 +2 പോകാതെ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് തന്നെയാണ്. IT പോളിടെക്നിക് ഒക്കെ എടുക്കുന്നെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ എടുക്കുമ്പോൾ നല്ല ട്രേഡുകൾ IT ആണെങ്കിൽ നല്ല ട്രേഡുകൾ നോക്കി എടുക്കുക. ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവസരങ്ങളുണ്ട്, അതുകൊണ്ട് വിഷയമായിട്ട് വരില്ല എന്ന് തോന്നുന്നു. IT എടുക്കുകയാണെങ്കിൽ നല്ല ട്രേഡ് നോക്കി എടുക്കണം, നന്നായിട്ട് പഠിക്കുക തന്നെ ചെയ്യണം. പ്രൈവറ്റിലും ഗവൺമെൻറ്റിലും നമ്മൾ ലക്ഷ്യം വെക്കണം. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.